നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് താര സ്ഥാനാർത്ഥികൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് 24 പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യത മാത്രമായിരിക്കും മാനദണ്ഡം. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നൽകുന്ന കാര്യം സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കുകയെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. താരസ്ഥാനാർത്ഥിമാർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇപ്പം നിലവിലുള്ളവരൊക്കെ താരസ്ഥാനാർത്ഥിമാരാണ്. അതിനപ്പുറത്തേക്ക് ഇനി ആരെങ്കിലും വരുമോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി ഏതെല്ലാം രീതിയിലാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ, ആ രീതിയിൽ ഏതെല്ലാം മാനദണ്ഡങ്ങളാണ് പാർട്ടി തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് UDFൻ്റെ കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥിമാർ വരുന്നത്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി എന്ത് തീരുമാനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കൊച്ചിയിൽ നിന്ന് റാഫി കരീം വിശദാംശങ്ങളുമായി ചേർന്നു. സാറിനായി തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ചലച്ചിത്ര താരങ്ങളെയൊക്കെ തന്നെ അന്വേഷിച്ചു പോകുന്നത് രാഷ്ട്രീയ കക്ഷികൾ ഒരു പതിവായി മാറിയിട്ടുണ്ട്. അത്രയും കാലം ഡയറിയും കക്ഷത്തിലെടുത്ത് പൊതുപ്രവർത്തനം നടത്തിയ ആളുകൾ വഴിയാധാരമാകുകയും ചെയ്യും. അതിൻ്റെ മാറ്റമുണ്ടാകും എന്നാണോ മുഹമ്മദ് ഷിയാസ് പറയുന്നത്? പറയൂ റാഫി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തീർച്ചയായും എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 14 നിയോജക മണ്ഡലങ്ങളാണുള്ളത്. ആ മണ്ഡലങ്ങളിൽ നിന്ന് പലയിടങ്ങളിലും താരസ്ഥാനാർത്ഥികൾ ഉണ്ടായേക്കാം എന്നുള്ളൊരു തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ആ വിഷയത്തിൽ DCC പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കുന്നത്. DCC പ്രസിഡന്റ് പറയുന്നത് ഇത്തരത്തിലൊരു താരസ്ഥാനാർത്ഥികൾ എറണാകുളം ജില്ലയിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ജനപ്രതിനിധികൾ അത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ തന്നെയാകണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു രീതി. എറണാകുളത്ത് അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ നിലയിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ആ നിലയിലുള്ള ആളുകളോട് പ്രവർത്തനം നടത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് പ്രവർത്തകരായ ജനപ്രതിനിധികളാവാൻ യോഗ്യരായ ആളുകളെ കണ്ടെത്തി കോൺഗ്രസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താരസ്ഥാനാർത്ഥികൾ ജില്ലയിൽ ഉണ്ടായേക്കില്ല എന്നുള്ളൊരു സൂചനയാണ് DCC പ്രസിഡന്റ് നൽകുന്നത്. ഒപ്പം തന്നെ ലൈംഗികാരോപണങ്ങളിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ, എൽദോസ് കുന്നപ്പള്ളി MLA ഇവർ രണ്ടുപേർക്കും നേരത്തെ തന്നെ സീറ്റ് ഉണ്ടായേക്കില്ല എന്നുള്ളൊരു സൂചന സംസ്ഥാന നേതൃത്വം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യം അത് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുമെന്നുള്ളൊരു സൂചന നൽകിയിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയിൽ ഒരു പക്ഷേ ഇത്തവണ പെരുമ്പാവൂരിൽ നിന്ന് മത്സരിച്ചേക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ 2016 5000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ ഭൂരിപക്ഷം 2000-ലേക്ക് ചുരുങ്ങുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വലിയ ലൈംഗിക ആരോപണങ്ങളെല്ലാം വരുന്നത്. എന്തായാലും ആ നിലപാടും DCC പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട കളമശ്ശേരി സീറ്റിൻ്റെ കാര്യത്തിലും സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കും എന്നുള്ളതാണ് DCC പ്രസിഡന്റ് പറയുന്നത്. ഒപ്പം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ജില്ലയിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റുണ്ട്. അത് കളമശ്ശേരിയിലാണ്. അത് P. രാജീവിനെതിരെ മത്സരിക്കാൻ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ വേണം എന്നൊരു ആവശ്യം കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അത് പരിഗണിച്ച് ഒരു പക്ഷേ ഈ തവണ കോൺഗ്രസിനായിരിക്കും സീറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ വിജയസാധ്യത കൂടി പരിഗണിച്ചായിരിക്കും ഈ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തീരുമാനമുണ്ടാവുക എന്നുള്ളത് കൂടി ഷിയാസ് പറഞ്ഞു വെക്കുന്നു. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു റാഫി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.